കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ 2 പ്രതികളെ കോടതി മാപ്പ് സാക്ഷികളാക്കി. കലൂർ PMLA കോടതിയാണ് അനുമതി നൽകിയത്. കരുവന്നൂർ ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാർ, മുൻ മാനേജർ ബിജു കരീം എന്നിവരെയാണ് മാപ്പ് സാക്ഷികളാക്കിയത്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വിവരങ്ങൾ. രോഹിണി, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ ഉന്നതരുടെ പങ്കിനെ കുറിച്ച് കൃത്യമായ മൊഴി നൽകിയ ആളുകളായിരുന്നു ഈ 2 പ്രതികൾ. 33, 34 പ്രതികളായിട്ടുള്ള സുനിൽകുമാറും ഒപ്പം തന്നെ ബിജു കരീമും. അതുകൊണ്ട് തന്നെ ഇവരെ മാപ്പുസാക്ഷികളാക്കുന്നതിനുള്ള നീക്കങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി നേരത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ 2 പേരുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന കലൂരിലെ PMLA കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപേക്ഷ നൽകിയത്. അതിനുശേഷം ഇവരുടെ വാദവും സത്യവാങ്മൂലവും എല്ലാം കോടതി പരിഗണിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങൾ, അതായത് പ്രധാനപ്പെട്ട വിവരങ്ങൾ അറിയാമെന്നും അത് കോടതിയിൽ പറയാൻ തയ്യാറാണ് എന്ന കാര്യവും ഈ 2 പേരും കോടതിയിൽ ധരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് വിശദമായി തന്നെ അവരുടെ വാദങ്ങൾ അംഗീകരിക്കുകയും ഒപ്പം തന്നെ സത്യവാങ്മൂലം പരിശോധിക്കുകയും ചെയ്ത ശേഷമാണ് ഈ 2 പേരെയും മാപ്പുസാക്ഷികളാക്കാനുള്ള അനുമതി ഇന്ന് കൊച്ചിയിലെ PMLA കോടതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, വിസ്താരത്തിനിടയിൽ ഏതെങ്കിലും കാരണവശാൽ സാക്ഷികൾ കൂറുമാറുകയാണെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട് മാപ്പുസാക്ഷികളായവർ കൂറുമാറുകയാണെങ്കിൽ അവരെ വീണ്ടും പ്രതിപ്പട്ടികയിലേക്ക് മാറ്റുമെന്നും അവർ വിചാരണ നേരിടേണ്ടി വരുമെന്ന കാര്യം കോടതി പ്രതികളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കേസിലെ പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഇവർ നേരത്തെ നൽകിയിരിക്കുന്ന മൊഴികൾ, അതായത് ഈ കേസിൽ വലിയ പങ്ക് വഹിക്കുകയും എന്നാൽ സാമ്പത്തികമായി കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയും ചെയ്ത ആളുകളിൽ 2 പേരെയാണ് ഇപ്പോൾ മാപ്പുസാക്ഷികളാക്കിയിരിക്കുന്നത്. മാത്രമല്ല, പലർക്കും അനധികൃതമായി ലോണുകൾ അനുവദിക്കുന്നതിന് വേണ്ടി ഈ സുനിൽകുമാറിനെയും ഒപ്പം തന്നെ ബിജു കരീമിനെയുമായിരുന്നു ഉന്നത രാഷ്ട്രീയ നേതാക്കളിൽ പലരും ബന്ധപ്പെട്ടിരുന്നത്. അവരുടെ വിവരങ്ങൾ, അവരെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സുനിൽകുമാറും ബിജു കരീമും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആകെ 55 പ്രതികളുള്ള കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകാൻ ഈ മാപ്പുസാക്ഷികളുടെ മൊഴികൾ ഏറ്റവും നിർണായകമാകും. രോഹിണി, ശരി. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.